ഡ്രസ്സ് മാറി വാതിൽപ്പടിക്ക് എത്തിയ പപ്പൻ്റെ ഡയലോഗ് ഇതേ ഒരു 5 മിനിറ്റ് കൂടെ അപ്പോഴത്തേക്കും യാമിമൊക്കെ അച്ചറായി തുടങ്ങി. നേരെ വേസ്റ്റ് എടുത്തു ഞങ്ങൾ വേസ്റ്റ് കളയാൻ വേണ്ടി പോയി. അപ്പോഴത്തേനും പപ്പ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാക്കണം ഇങ്ങനെ പോകുമ്പോൾ ഒരു പള്ളി കാണട്ടെ എപ്പോഴും ഞങ്ങൾ അടുത്തുള്ള നല്ല ഭംഗിനെ കാണാൻ. നേരെ നെസ്റ്റോലെത്തിയാൽ ആദ്യം പപ്പയും മോളും ഒരു വലിയ ട്രോളി ഞാനൊരു കുട്ടി ട്രോളി എടുത്ത് ഓടാൻ തുടങ്ങും. ഞാൻ നേരെ വെജിറ്റബിൾ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനാണ് കവർ ചെയ്യുക. അവരാണ് മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കല് കേട്ടോ. ആ വെജിറ്റബിൾസിൻ്റെ സെക്ഷനിൽ ചെന്നപ്പോഴാണ് നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്തുള്ള ഫിഷിൻ്റെ ഒരു സംഗതി കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ യാമിമോളും പപ്പയോടെ ഉണ്ട് കേട്ടോ. നല്ല ഞണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഞാനതൊന്നും വാങ്ങിയില്ല കേട്ടോ. ഒന്ന് ഞണ്ടിൻ്റെ ദിവസമൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് പപ്പ മീനിൻ്റെ ഒരു ആശാനാണ്. അതുകൊണ്ട് മീനൊക്കെ പിടിച്ചൊക്കെ നോക്കി ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. നേരെ പുറത്ത് തന്നെ ഒരു ഉണക്കമീൻ്റെ സെക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇറച്ചിയും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോയി. ഈ എഗ്ഗ് എന്ന് പറയുന്നത് ഒരു മസ്റ്റ് ഐറ്റം കേട്ടോ. എപ്പോഴും വാങ്ങുന്ന സംഗതിയാണ്. അമ്മയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്കിഷ്ടമാണ്. അപ്പോൾ കുറച്ച് നെഗറ്റ്സും ബർഗറും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. ആ സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങി. അപ്പോൾ അതുകൊണ്ട് ഫ്രിഡ്ജ് ഫില്ല് ചെയ്യുന്ന ദിവസമാണ്. ഏകദേശം ഫ്രിഡ്ജ് ഫുള്ള് കാലിയായിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ കുറച്ച് വാങ്ങിയേക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതുകൊണ്ട് പപ്പ പോയ സമയത്ത് ഞാൻ കുറച്ച് ഓടിപ്പോയി കുറച്ച് സാധനങ്ങളും കൂടി എല്ലാം അഡ്ജസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും ഡയറ്റാന്നൊക്കെ പറയുമെങ്കിൽ കൂടി ഇങ്ങനത്തെ സാധനങ്ങൾ കണ്ടാൽ ഞാൻ കണ്ടമാനം വാങ്ങിക്കൂട്ടും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സാധനത്തിന് വേണ്ടി വന്ന് ഞങ്ങളത് ട്രോളി ഫുള്ളാക്കിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഒരു സെൽഫിയൊക്കെ ആവാം പപ്പ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു സെൽഫിയൊക്കെ ആയി. അങ്ങനെ ഇതാ ഞങ്ങൾ ബില്ലിങ്ങിൻ്റെ പരിപാടി എത്തിയിട്ടോ. പപ്പയും മോളും ഒരുമിച്ചാണ്. ഞാൻ എപ്പോഴും ഇതിൻ്റെ ഒരു അസിസ്റ്റൻ്റാണ്. മൂപ്പരോ രണ്ടാളാണ് മെയിൻ. അപ്പോൾ ഇതാക്കണോ ഈ സാധനം ഉന്തുന്ന പരിപാടിയൊക്കെ എനിക്കാണ്. പപ്പയാണ് കുട്ടീനെ എടുത്തോണ്ട് നടക്കണേ. എനിക്കിതാണ് സുഖം കേട്ടോ. അപ്പോൾ അതിവിടെ ഇറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു അരിയും കാര്യങ്ങളൊക്കെ വാങ്ങിയതുകൊണ്ട് തന്നെ. യാമി മോൾ ഇതാ ഒറ്റക്കൊക്കെ ഓടി പോകുന്നുണ്ട്. ഈ നെക്സ്റ്റ് വരുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. എപ്പോഴും റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് പാർക്കിംഗ് ഉണ്ടാവല്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ച് പോരുകയാണ്. അപ്പോൾ ഫുഡ് ഐറ്റംസ് ഒന്നും വീട്ടിലില്ലാന്ന് ഞാൻ അപ്പോൾ ഓർത്തു. അപ്പോൾ പപ്പ എന്നോട് ഒരു പായൻ്റെ സ്റ്റോറിലെത്തിയപ്പോൾ ചോദിച്ചു പായ വേണോ. ഞാൻ ഒന്നും നോ പറയാറേ ഇല്ല. അപ്പോൾ നേരെ പായൊക്കെ വാങ്ങി വീട്ടിലെത്തിയിട്ടോ. അപ്പോൾ യാമിമ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. ഗേറ്റൊക്കെ തുറന്ന് ഇരിക്കുകയാണ് കേട്ടോ ഇങ്ങനെ. അപ്പോൾ അതാക്കൂടെ വീട്ടിലെത്തി അയ്യോ ഇത്രയും തോന്നെ സാധനങ്ങൾ ഞങ്ങൾ വാങ്ങിയോന്നുമില്ല ഒരു അത്ഭുതത്തിലായിരുന്നു ഞാൻ. അപ്പോൾ അതാക്കൂടെ ചൂടാറിനെ പായ എടുത്ത് പൊട്ടിക്കല്ലേ എന്ന് ചോദിച്ചു പപ്പ. അപ്പോൾ അത് ഇതാക്കൂടെ ഞങ്ങൾ പായ കൊപ്പം ചെയ്തിട്ട് നല്ല ആടിൻ്റെ പായ അടിപൊളിയാണ്. എനിക്ക് എപ്പോഴും ഫേവറേറ്റാണ് കേട്ടോ. വേറെ കാര്യങ്ങളൊക്കെ അറിയണോ പോയപ്പോൾ ഞങ്ങൾ ചപ്പാത്തിയും ചിക്കൻ കറി കഴിച്ചിട്ടാണ് പോയത്. പക്ഷേ പായ കണ്ട ഒരു വീക്ക്നെസ്സാണ്. അപ്പോൾ വീണ്ടും പായ വാങ്ങിച്ചുകൊണ്ട് പോകുന്നതാണ്. അപ്പോൾ അതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ. പക്ഷേ എന്താ പറയുക ക്വാണ്ടിറ്റി വളരെ കുറവായിരുന്നു. എപ്പോഴും വാങ്ങുന്ന അത്ര ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും ഞങ്ങൾ ഫുഡ് ഓൾറെഡി കഴിച്ചതുകൊണ്ട് തന്നെ പിന്നെ ഇത് കുറച്ച് മതിയായിരുന്നു. അപ്പോൾ ഓക്കെ ബൈ ബൈ. ഈ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്.